ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തമ്പനയിൽ കണ്ടുപോകണല്ലോ, നമ്മുടെ വണ്ടിയുടെ മൈലേജിനെ കുറിച്ചുള്ള വീഡിയോ ആണ്. നമ്മുടെ വണ്ടിയുടെ മൈലേജ് എങ്ങനെയൊക്കെ നമുക്ക് ഇൻക്രീസ് ചെയ്യാം. ഇപ്പോൾ നമ്മളൊരു കമ്പ്യൂട്ടർ ബൈക്ക് യൂസ് ചെയ്യുന്നവരായിരിക്കുമല്ലോ ഈ വീഡിയോ കാണുന്നവർ കൂടുതലും. അപ്പം നമ്മുടെ കമ്പ്യൂട്ടർ ബൈക്ക് യൂസ് ചെയ്യുന്ന എന്നതിനാണ് കൂടുതൽ ആൾക്കാരും കമ്പ്യൂട്ടർ ബൈക്ക് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൈലേജ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയാണ്. നമ്മുടെ മൈലേജിലൂടെ ഇൻക്രീസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം വെച്ചാൽ നമ്മൾ ഡെയിലി യൂസ് ചെയ്യാനായിരിക്കും നമ്മൾ കമ്പ്യൂട്ടർ ബൈക്ക് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഈ വണ്ടി നമ്മുടെ ചാനലിൽ കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങിയ കാലം മുതലേ നമ്മൾ പറയുന്നുണ്ട് നമ്മുടെ വണ്ടി മൈലേജ് കിങ്ങിയാണ്. പക്ഷേ എങ്ങനെയാണ് ആ മൈലേജ് ഈ വണ്ടിക്ക് കിട്ടുന്നത് ഞാൻ ഇതുവരെയായിട്ട് നമ്മുടെ ചാനലിൽ പറഞ്ഞിട്ടില്ല. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മുടെ വണ്ടിയിൽ നമുക്ക് എങ്ങനെ മൈലേജ് കൂട്ടാം. ഇപ്പോൾ മൈലേജ് ഉള്ളൊരു വണ്ടിയാണെങ്കിൽ എങ്ങനെ നമുക്ക് മൈലേജ് ഇൻക്രീസ് ചെയ്യാം. അതോ ഇപ്പോൾ മൈലേജ് കിട്ടാത്തൊരു വണ്ടിയാണെങ്കിൽ കമ്പ്യൂട്ടർ ബൈക്ക് ആയിട്ട് മൈലേജ് കിട്ടാത്തൊരു വണ്ടിയാണെങ്കിൽ എങ്ങനെ നമുക്ക് ആ വണ്ടിയിൽ പറയുന്ന കമ്പനി പറയുന്ന മൈലേജ് നമുക്ക് എങ്ങനെ ആ വണ്ടിയിൽ കൊണ്ടുവരാം. അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ ആ ഒരു മൈലേജിന് ടിപ്സ് പറയുന്നതിന് മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മുടെ വണ്ടിയിൽ ഫ്യൂൽ വെച്ച് ഉണ്ടാകുന്ന ഒരു പവർ ഉണ്ടല്ലോ, ആ പവർ കറക്റ്റായിട്ട് എഞ്ചിൻ വഴി വണ്ടിയുടെ വീലുകൾ വഴി നമ്മുടെ റോഡിലോട്ട് എത്തുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഈ ഒരു വണ്ടിയുടെ എഞ്ചിനും അതുപോലെ തന്നെ വണ്ടിയുടെ ബോഡിക്കൊക്കെ ഒരു പ്രധാനപ്പെട്ട റോൾ തന്നെ ഉണ്ട്. അപ്പോൾ ആ അത്തരം കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ള ഒരു മൈലേജിൻ്റെ കാര്യമൊക്കെ പറയാൻ പറ്റത്തുള്ളൂ. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പെട്രോൾ പമ്പിൽ നിൽക്കുന്ന പെട്രോൾ നമ്മുടെ പെട്രോൾ ടാങ്ക് കിടന്നിട്ട് നമ്മുടെ ഫ്യൂൽ പൈപ്പ് വഴി നേരെ വന്നിട്ട് നമ്മുടെ കാർബറേറ്ററിലോട്ട് കയറിയിട്ട് നമ്മുടെ എയർ ഫിൽറ്ററിൽ വരുന്ന ആരെയും പിന്നെ കാർബറേറ്ററിലുള്ള ഒരു ഫ്യൂലും കൂടെ എയർ ഫ്യൂൽ മിക്സർ ആയിട്ട് നമ്മുടെ വണ്ടിയുടെ ഹെഡിലോട്ട് പ്രൊവൈഡ് ചെയ്യും. അത് കഴിഞ്ഞ് നമ്മുടെ പിസ്റ്റൺ വന്നിട്ട് ഈ ആ ഒരു വാൽവ് ക്ലോസ് ആയിട്ട് നമ്മുടെ പിസ്റ്റൺ വന്നിട്ട് ആ ഒരു എയർ ഫ്യൂൽ മിക്സറിനെ അവിടെ കംപ്രസ് ചെയ്ത് സ്പാർക്ക് വഴി ഒരു സ്പാർക്ക് എടുക്കും. ആ സ്പാർക്ക് എടുക്കാൻ ഒരു ബ്ലാസ്റ്റ് എടുക്കും. ആ ബ്ലാസ്റ്റിൽ നിന്ന് വരുന്ന ഒരു പവർ നമ്മുടെ പിസ്റ്റൺ വഴി നേരെ ക്രാങ്ക് ഷാഫ്റ്റിലോട്ട് വന്നിട്ട് ആ ഒരു ക്രാങ്ക് ഷാഫ്റ്റ് വഴി നേരെ ക്ലച്ചിലോട്ട് വിടും. അവിടെ നേരെ നമ്മുടെ ഗിയർ ബോക്സിലോട്ട് വരും. പിന്നെ ഗിയർ ബോക്സിൽ നിന്ന് നമ്മുടെ എഞ്ചിൻ സൈഡിലുള്ള ഒരു ചെയിൻ സ്പ്രോക്കിലോട്ട് വന്നിട്ട് പിന്നെ ചെയിൻ വഴി കയറി നേരെ നമ്മുടെ വീലിലോട്ടും അതുപോലെ തന്നെ നമ്മുടെ റോഡിലോട്ടും ഡെലിവർ ആവുന്നത്. ഞാൻ പറഞ്ഞു വന്ന് ഇത്രേ ഉള്ളൂ, വേറൊന്നുമല്ല. ഈ ഒരു പെട്രോൾ ടാങ്ക് മുതൽ നമ്മുടെ ആ ഒരു വണ്ടിയുടെ ബാക്കിലുള്ള ഒരു വീല് വരെ നമ്മുടെ വണ്ടിയുടെ മൈലേജ് കുറയുന്നതിന് ഉത്തരവാദികളാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ മെയിൻ ഉത്തരവാദികൾ. ഇത് പോരായിട്ട് വേറെ ഉത്തരവാദികളുണ്ട്. സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് വീലാണ്. അപ്പം നമ്മൾ നേരെ നമ്മുടെ വീഡിയോയിലോട്ട് വീഡിയോയിലോട്ട് പോയിട്ട് നമ്മൾ ഓരോരോ ടിപ്സ് വെച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകണം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ കത്തിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് ഒന്നുകൂടെ പോയേക്കാം. ഗൈസ്, അപ്പോൾ നമ്മുടെ വണ്ടിയുടെ മൈലേജിൻ്റെ ടിപ്സിനായിട്ട് നമ്മൾ ആദ്യം നോക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞത് നമ്മുടെ പെട്രോൾ ടാങ്ക്. അപ്പോൾ പെട്രോൾ ടാങ്കിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പെട്രോൾ ടാങ്കിൽ എവിടെയെങ്കിലും ഹോൾസും കാര്യങ്ങളോ അല്ലേ, ലീക്കേജ് കാര്യങ്ങളോ ഉണ്ടാകുന്നതാണ്. കാരണം വെച്ചാൽ ഈ ലീക്കേജും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വണ്ടി ഇപ്പോൾ എവിടെയെങ്കിലും ഇരിക്കുവാണെങ്കിൽ ലീക്കേജിലും ഈ ഹോൾസിൽ കൂടെ ഒക്കെ നമ്മുടെ പെട്രോൾ ലീക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ആ വണ്ടിയുടെ ലീക്കേജും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ പെട്രോൾ ടാങ്കിൽ രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പെട്രോൾ ടാങ്കിന് അകത്ത് റെസ്റ്റും കാര്യങ്ങളും എന്ന് വെച്ചാൽ നമ്മുടെ തുരുമ്പും പെട്രോൾ ടാങ്കിൻ്റെ അകത്ത് ഡെപ്പോസിറ്റ് ആണുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ തുരുമ്പും കാര്യങ്ങളൊക്കെ നമ്മുടെ പെട്രോൾ ടാങ്കിന് അകത്ത് ഡെപ്പോസിറ്റ് ആയി കഴിഞ്ഞാൽ ഈ ഒരു ഡെപ്പോസിറ്റ് കാര്യങ്ങളൊക്കെ നമ്മുടെ ആ ഒരു ഫ്യൂൽ പൈപ്പ് വഴി നേരെ വന്നിട്ട് നമ്മുടെ കാർബറേറ്ററിലോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ നിന്ന് ഒരു മൈലേജിൻ്റെ ലോസ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇനി നമ്മൾ രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു പെട്രോൾ ഓഫ് ചെയ്യുന്ന അതുപോലെ തന്നെ റിസർവ് ഇടുന്ന ഒരു സെക്ഷൻ ഉണ്ടല്ലോ, ഓഫ് റിസർവ് മെയിൽ ഇടുന്ന ഒരു സെക്ഷൻ ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു സെക്ഷൻ വഴി നമ്മുടെ പെട്രോൾ ലീക്ക് ആകുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ കാർബറേറ്ററിൻ്റെ സെക്ഷനാണ്. അപ്പോൾ കാർബറേറ്ററിൻ്റെ സെക്ഷനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ലിങ്ക് മെയിൽ ഐക്കാർഡ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ എയർ ജെറ്റും ഫ്യൂൽ ജെറ്റും. അപ്പോൾ ഒരു എയർ ജെറ്റും ഫ്യൂൽ ജെറ്റും ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ നമ്മുടെ മൈലേജ് ലോസ് ഉണ്ടാകുന്നതാണ്. അപ്പോൾ ആ ഒരു ബ്ലോക്കിംഗ് ആയിട്ടുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു പെട്രോൾ ടാങ്കിൽ നിന്ന് വരുന്ന റെസ്റ്റും കാര്യങ്ങളും അതേപോലെ തന്നെ നമ്മുടെ എയർ ഫിൽറ്ററിൽ നിന്ന് വരുന്ന ഒരു പൊടിയും കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ കാർബറേറ്റർ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിക്കുണ്ടാകുന്ന മൈലേജ് ലോസൊക്കെ ഒരു പരിധി വരെ നമുക്ക് തടയാൻ സാധിക്കുന്നതാണ്. ഗൈസ്, അപ്പോൾ പിന്നെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ഹെഡ് സെക്ഷനാണ്. അപ്പോൾ ഹെഡ് സെക്ഷനിനകത്ത് നമ്മൾ കുറച്ച് മുമ്പ് നമ്മൾ ഒരു സെക്കൻഡ് ഹാൻഡ് ബൈക്ക് എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വണ്ടിയുടെ ഈ ഒരു സൈലൻസറിൻ്റെ അവിടെ കാർബണിൻ്റെ ഡെപ്പോസിറ്റ് ഉണ്ടല്ലോ. അപ്പോൾ ഈ കാർബണിൻ്റെ ഡെപ്പോസിറ്റ് വരാനുള്ള മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു ഹെഡ് സെക്ഷൻ കംപ്ലൈൻ്റ് ആയിട്ടാണ്. അപ്പോൾ ആ ഒരു ഹെഡ് സെക്ഷൻ കംപ്ലൈൻ്റ് ആണെങ്കിൽ നമ്മുടെ ഇവിടെ കാർബറേറ്ററിൽ കൂടെ സ്പ്രേ ചെയ്യുന്ന പെട്രോളും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ആയിട്ട് അവിടെ ബേൺ ചെയ്യുക. അതുപോലെ തന്നെ ആ ഒരു കാര്യം കൊണ്ട് തന്നെ ഒരാവശ്യമില്ലാതാണ് അവിടെ ആ ഒരു ഫ്യൂവൽ ബേൺ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കാര്യം കൊണ്ട് തന്നെ നമ്മുടെ ഒരു ഫ്യൂവൽ കണ്ടമാനം അവിടെ കത്തിത്തീരാനും നമ്മുടെ മൈലേജ് ലോസിനുള്ള ഒരു കാരണമാകുന്നുണ്ട്. പിന്നെ നമ്മുടെ എഞ്ചിൻ സൈഡിൽ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു എഞ്ചിനകത്തുള്ള ക്ലച്ചാണ്. അപ്പോൾ ക്ലച്ചിൻ്റെ ഒരു കംപ്ലയിൻറ്റ് എന്ന് കഴിഞ്ഞാൽ ക്ലച്ച് ഇപ്പോൾ കുറച്ച് ഓടിക്കഴിഞ്ഞാൽ ക്ലച്ച് നല്ലോണം തേയ്മാനം സംഭവിക്കുന്നതാണ്. അപ്പോൾ ക്ലച്ച് തേയ്മാനം സംഭവിച്ചു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ വണ്ടിയിൽ നിന്നുണ്ടാകുന്ന ഒരു പവർ നമ്മുടെ ഗിയർ ബോക്സിലോട്ടൊക്കെ എത്തിക്കാനായിട്ട് ഈ ക്ലച്ചിന് സാധിക്കാത്ത ഒരു അവസ്ഥ വരും. അപ്പോൾ ക്ലച്ച് ചുമ്മാ നടന്ന് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, ഒരു കാര്യമില്ല, വെറുതെ എടുത്ത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ എന്നാലും ആ ക്ലച്ച് വർക്ക് ചെയ്യുന്നത് പറഞ്ഞാൽ ഒരു ഫ്രിക്ഷൻ വഴിയാണ്. അപ്പോൾ ഫ്രിക്ഷൻ അവിടെ വരാത്തിടത്തോളം കാണും ക്ലച്ച് ഇങ്ങനെ കിടന്ന് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ തരും. അങ്ങനെ നമുക്ക് നമ്മുടെ മൈലേജ് ലോസ് നമ്മുടെ വണ്ടിയിൽ ഉണ്ടാകുന്നതാണ്. പിന്നെ നമ്മുടെ എഞ്ചിൻ സൈഡിൽ പറയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ സ്പ്രോക്കറ്റാണ്. എന്ന് വെച്ചാൽ നമ്മുടെ എഞ്ചിൻ സൈഡിലുള്ള സ്പ്രോക്കറ്റാണ്. ആ ഒരു സ്പ്രോക്കറ്റ് അതുപോലെ തന്നെ നമ്മുടെ ചെയിനും
ബാക്ക് വീലിലുള്ള സ്പ്രോക്കറ്റും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വണ്ടിക്ക് ഇതേപോലെയാണ് മൈലേജ് ലോസും കാര്യങ്ങളൊക്കെ വരുന്നത്. കാരണം എന്ന് വെച്ചാൽ ഈ സ്പ്രോക്കറ്റിൻ്റെ അവിടെയൊക്കെ ഒരു പിടുത്തം വന്നു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിക്ക് ആ എഞ്ചിനിൽ നിന്നുണ്ടാകുന്ന ഒരു പവർ കറക്റ്റായിട്ട് നമ്മുടെ വീൽസിലോട്ട് എത്താൻ സാധിക്കത്തില്ല. ആ ഒരു കുറച്ച് ശതമാനം പവറൊക്കെ അവിടെ തന്നെ നഷ്ടപ്പെടും. അങ്ങനെ ഒരു കാര്യം കൊണ്ട് നമ്മുടെ വണ്ടിക്ക് ഒരു മൈലേജിൻ്റെ ലോസും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അന്നേരം നമ്മൾ പറഞ്ഞാൽ നമ്മുടെ എഞ്ചിൻ സൈഡിനെ കുറിച്ച് മാത്രമല്ല, ഇനി നമുക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട് വീലും ബാക്ക് വീലിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മുടെ വീൽസിനെ കുറിച്ച് പറയാനാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീൽസിൽ നമ്മുടെ ടയറിലും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് എയർ ഉണ്ടോ ഇല്ലെന്നാണ്. പെട്രോൾ പമ്പിൽ പോകാൻ നേരം നമ്മുടെ ടയറുകളിൽ എയർ കുറഞ്ഞ് നമുക്ക് തോന്നുവാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് എയർ ഒന്ന് ചെക്ക് ചെയ്തിട്ട് കറക്റ്റായിട്ട് ആ ഒരു എയർ ഫില്ല് ചെയ്ത് മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു വണ്ടിക്കുണ്ട്, നമ്മളിപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഒരു വണ്ടിക്കുണ്ടാകുന്ന ഒരു എയർ ഇല്ലാതെ വരുമ്പോൾ നമ്മുടെ വണ്ടിക്കുണ്ടാകുന്ന ഒരു പിടുത്തമുണ്ട്. ആ ഒരു പിടുത്തം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെ നമുക്ക് നമ്മുടെ വണ്ടിയുടെ മൈലേജ് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ നമ്മൾ നേരത്തെ ഒരു വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ വണ്ടിയിൽ ഓരോ ടയറിലും 2 ബിയറിംഗ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ 2 ബിയറിംഗ് ആണ് നമ്മുടെ ഒരു വണ്ടീനെ സ്റ്റേബിളായിട്ട് മുമ്പോട്ട് റൊട്ടേറ്റ് ചെയ്യിക്കുന്നത്. അപ്പോൾ ആ ഒരു ബിയറിങ്ങും കാര്യങ്ങളൊക്കെ നല്ല പക്കയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. കാരണം എന്ന് വെച്ചാൽ അതിനുള്ള ഇളക്കവും കാര്യങ്ങളും എല്ലാം ഉണ്ടെങ്കിൽ നമ്മുടെ വണ്ടിക്ക് കറക്റ്റായിട്ട് ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ വണ്ടിയുടെ കുറച്ച് മൈലേജ് നമുക്ക് അവിടെ ലോസ് ആവുന്നതാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ത്രോട്ടിലാണ്. അപ്പോൾ നമ്മുടെ ത്രോട്ടിൽ കൊടുക്കാൻ നേരത്തെ നമ്മൾ എപ്പോഴും ചെയ്യുന്നൊരു തെറ്റായൊരു കാര്യമാണ്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഫസ്റ്റ് ഇയർ ഇടുമ്പോൾ തന്നെ നമ്മൾ ത്രോട്ടിൽ കണ്ടമാനം കൊടുക്കും. നമ്മൾ കണ്ടമാനം നല്ല രീതിക്ക് റേസ് ചെയ്താണ് നമ്മൾ പോകുന്നത്. പിന്നെ നമ്മൾ ശരിക്കും ഇരപ്പിക്കും. അതുപോലെ തന്നെ ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മുടെ വണ്ടി ചെയ്യായിരിക്കും. ത്രോട്ടിൽ കൊടുക്കുന്ന കാര്യം നിങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടിയിൽ പറഞ്ഞിരിക്കുന്ന ഒരു സ്പീഡ് ഉണ്ടല്ലോ, ഒരു 40 to 60, ആ ഒരു സ്പീഡ് ലിമിറ്റ് കൂടുതൽ നമ്മൾ ഓടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിക്ക് മൈലേജ് ലോസ് ഉണ്ടാകുന്നതാണ്. പിന്നെ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടിയിൽ ഓയിൽ ഒഴിക്കേണ്ട സ്ഥലത്ത് ഓയിൽ ഒഴിക്കേണ്ട ഓയിൽ തന്നെ ചെയിൻ ലൂബ് ചെയ്യേണ്ട സ്ഥലത്ത് കറക്റ്റായിട്ട് ആ ഒരു ഓയിലിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാനുള്ള നമ്മുടെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ വീലിൻ്റെ ആ ഒരു സൈഡിലോ അതുപോലെ തന്നെ നമ്മുടെ ബാക്ക് ബ്രേക്കിൻ്റെ ആ ഒരു സൈഡിലും കാര്യങ്ങളിലൊക്കെ നമ്മൾ ഓയിൽ കറക്റ്റായിട്ട് ഒഴിച്ചു കൊടുക്കുക. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബ്രേക്ക് പിടിച്ച് കഴിയുമ്പം ഓയിൽ ഇല്ലെങ്കിൽ ഈ സംഭവം അവിടെ തന്നെ ബ്ലോക്ക് ആയിട്ടിരിക്കും. പിന്നെ നമ്മൾ വണ്ടി ഓടിക്കാൻ നേരം ആ ഒരു ബ്രേക്കിൻ്റെ ഒരു ചെറിയൊരു പിടുത്തവും കാര്യങ്ങളൊക്കെ നമ്മുടെ വീലിലോട്ട് എത്തുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു മൈലേജ് അവിടെയും ചെറുതായിട്ട് ലോസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ചെയിൻ കറക്റ്റ് സമയത്ത് ലൂബ് ചെയ്ത് കൊടുക്കുക. ലൂബ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ വണ്ടിയുടെ ചെയിൻ കറക്റ്റ് സമയത്ത് നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു ഓയിൽ ഒഴിച്ചു കൊടുക്കാൻ നേരം നമ്മുടെ ഈ വണ്ടിയുടെ ചെയിൻ്റെ ഒരു ട്രാവലിങ്ങും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് സ്മൂത്ത് ആയിട്ട് നടക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വണ്ടിക്ക് മൈലേജ് ലോസും കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കുന്നതാണ്. ഗൈസ്, അപ്പോൾ ലാസ്റ്റ് ആൻഡ് ഫൈനൽ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ സൈലൻസറാണ്. സൈലൻസർ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സൗണ്ട് മാറ്റാനായിട്ടൊക്കെ നമ്മുടെ വണ്ടിയുടെ സൈലൻസറിൽ നമ്മൾ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ വണ്ടിയുടെ സൈലൻസറിൻ്റെ ബാക്കി നമ്മൾ ഹോൾ ഇച്ചിരി എക്സ്ട്രാ ഇച്ചിരി വലുതായി കൊടുക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ നേരം നമ്മുടെ വണ്ടിയുടെ മൈലേജിന് നല്ല രീതിക്ക് ലോസ് വരുന്നത്. നമ്മുടെ എയർ ഫിൽറ്ററിന് പകരം നമ്മൾ പവർ ഫിൽറ്റർ ചെയ്ത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന നേരം നമ്മുടെ വണ്ടിയിൽ ചെറിയ രീതിക്കുള്ള മൈലേജ് ലോസും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ വണ്ടിയിലോട്ടും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കുറച്ചുള്ളതിനേക്കാളും കുറച്ചുകൂടെ ഒരു എക്സ്ട്രാ മൈലേജ് നിങ്ങളുടെ വണ്ടിയിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളുടെ വണ്ടിയിലോട്ട് അപ്ലൈ ചെയ്തിട്ട് മൈലേജ് കിട്ടുവാണെങ്കിൽ താഴെ നിന്ന് കമൻറ്റ് ചെയ്തേക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തിട്ട് ഇഷ്ടപ്പെടാത്ത റീസൺ താഴെ നിന്ന് കമൻറ്റും കൂടെ ചെയ്തേക്കുക. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ തന്നെ വിളി വെച്ചേക്കുക. അപ്പോൾ ക്യാമറ അക്ഷയോടൊപ്പം ഇറ്റ്സ് മീ മനു, ഗുഡ് ബൈ.